കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റ് ലെവലിൽ നിങ്ങൾക്ക് ഒരു മാരുതി ഓൾട്ടോ തന്നാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു വണ്ടിയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്ന വണ്ടി സിംഗിൾ ഓണറാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ് ഇവിടെ പറയാനുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി 2004 മോഡൽ വണ്ടിയാണത്. അടുത്ത കൊല്ലം ഓഗസ്റ്റ് വരെ ഇതിന് വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന നല്ല കലക്കം വണ്ടി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് LX ആണ്. നമുക്ക് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പവർ സ്റ്റിയറിംഗ് വരുന്നില്ല, LXനകത്ത് പവർ സ്റ്റിയറിംഗ് വരില്ല. പക്ഷേ ഈ പറഞ്ഞ റേറ്റിനകത്ത് വെറും നിസ്സാര വില 65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ്. പക്ഷേ 65,000 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫൈനൽ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഒരു കലക്കം വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഒരു ഓൾട്ടോ സ്വന്തമാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, ജസ്റ്റ് സിംഗിൾ ഓണർ വണ്ടിയാണത്. സിംഗിൾ ഓണർ ഓൾട്ടോ 2004 മോഡൽ വണ്ടി. ബോഡി ക്വാളിറ്റി നോക്കാം, സിംഗിൾ ഓണർഷിപ്പിൻ്റെ എല്ലാവിധ ക്വാളിറ്റി നോക്കി വാഹനത്തിൽ കിട്ടും. വേണ്ട നോക്കാം, നല്ല വൃത്തിയിൽ തന്നെ ഉപയോഗിച്ചിരുന്ന വാഹനം. ടയറൊക്കെ ഫുള്ള് ഗ്രിപ്പിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് LX ഓപ്ഷനാണ്. LX ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇൻറ്റീരിയേഴ്സൊക്കെ കാണിച്ചു തരാം. ഇൻറ്റീരിയേഴ്സൊക്കെ നമുക്ക് ഷോറൂം കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ എന്ത് പറയാം, അത്രയ്ക്ക് ക്വാളിറ്റി വയ്ക്കുന്ന ഒരു ഓൾട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വാഹനം. നമുക്കിനി ഓരോ ഭാഗങ്ങളിലേക്ക് പോയേക്കാം. ഫസ്റ്റ് ടോപ്പ് വ്യൂയിലേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനം. ഇനി നമുക്ക് ഓരോരോ പാർട്സിലേക്ക് പോയേക്കാം. വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് പോകാം. വീലാസ് നോക്കുമ്പോൾ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാസും കൂടെ കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റ് നല്ല നീറ്റായിരിക്കുന്ന ബോണറ്റും കൂടെ കാണാൻ പറ്റും. വിൻഷീൽഡൊക്കെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫും കൂടെ കാണാൻ പറ്റും. നമുക്ക് ലാമ്പ്സിലേക്ക് വരാം. ലാമ്പും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. ഫ്രണ്ടിലെ ബമ്പേഴ്സ് നോക്കാം, നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ്. ഇവിടുത്തെ ലാമ്പും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് വീലാസിലേക്ക് ഒന്ന് പോയേക്കാം. ഈ വീലാസ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് കാണാം. അതേപോലെ ഗ്ലാസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ റൂഫ് നോക്കാം, കാണാം. അതേപോലെ തന്നെ ബാക്കിലേക്കൊന്ന് വരാം. ബാക്കിലേക്ക് വീലാസിലേക്ക് പോയേക്കാം. വീലാസ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡ് നോക്കാം, നീറ്റായിട്ടിരിക്കുന്നു. ലിഡ് നോക്കാം. ലിഡും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. ഇവിടുത്തെ വീലാസ് നോക്കാം. വീലാസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് എന്ന് വെച്ചപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നു പവർ വിൻഡോസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സാധാ വൈൻഡിങ് വിൻഡോസ് തന്നെയാണ് വന്നേക്കണേ. ഡോർ പാഡ്സ് നോക്കാം. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് എന്ന് വെച്ചപ്പെടാം. ഒറിജിനൽ സീറ്റ്സ് തന്നെ ഫുൾ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയും നോക്കാം, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് നല്ല നീറ്റായിരിക്കും ഡാഷ്ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ നമുക്ക് ഈ വണ്ടിയിൽ വരുന്നില്ല. പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. അത് എടുത്ത് പറയുന്നത് LX ആണ് ഓപ്ഷൻ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി പാസഞ്ചർ സൈഡിലേക്ക് പോകാം. ഡോറിന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് വൈൻഡിങ് വിൻഡോസും കാര്യങ്ങളൊക്കെ വരുന്നത്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ലെഗ് റൂം കുഴപ്പമില്ലാതെ ലെഗ് റൂം നിൽക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോമൊക്കെ വിനയിലൊക്കെ ചെയ്ത് ഭംഗിയാക്കി തന്നെ ഇട്ടുന്ന പ്ലാറ്റ്ഫോമൊക്കെ കൂടെ കാണാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം, കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഡോറിന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. 2004 മോഡൽ വണ്ടിയാണ് വന്നേക്കാം. 4 മോഡൽ വണ്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് കാര്യമായിട്ടുള്ള എൻജിൻ കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. ക്യാമറ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, കണ്ടോ. നല്ല എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വേസ്റ്റിംഗ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കേട്ടോ. ഇവിടെ നോക്കാം, ലോവർ പോർഷൻ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇവിടെ ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്. ഒരു രീതിയിലുള്ളൊരു ലാഗോ കാര്യങ്ങളൊന്നും ബാറ്ററി സൈഡിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. നമുക്കിതിൻ്റെ
ബൂട്ട് സ്പേസിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. ലിഡൊന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇവിടെ കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങളെല്ലാം കൂടെ കാണാൻ പറ്റും. പിന്നെ 2004 മോഡലാണ്. പിന്നെ കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ പ്രിഫറൻസ് കാണിക്കാൻ പറ്റില്ല. സ്പെയർ വീൽ ടയറിന് ഗ്രിപ്പും കാര്യങ്ങളും കുറവാണ്. അതേപോലെ നമുക്കിനി ഇവിടെ എഡ്ജസ്റ്റിലേക്ക് നോക്കാം. എഡ്ജസ്റ്റ് എന്ത് രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. നല്ല വൃത്തി ധരിക്കുന്ന ആ ഒരു എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നോക്കിയ വാഹനത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വാഹനങ്ങൾ പ്രിഫർ ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നേക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒന്ന് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ട് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വില കുറവുള്ള വാഹനം എടുക്കാം. കാരണം എന്തായാലും എവിടെയെങ്കിലൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ പണിയെടുത്ത് എടുക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് ഒക്കെ സെറ്റായി ഓടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഫാമിലി യൂസിന് പറ്റുന്ന ഒരു കാറാണ് ഓൾട്ടോ. അതൊന്നും എല്ലാം പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ നിങ്ങളിപ്പോൾ നല്ലൊരു ഡ്രൈവറാണ്, വലിയ കാര്യമായിട്ടുള്ള ബഡ്ജറ്റൊന്നും ഇല്ല, ഒരു 70,000 താഴെ ബഡ്ജറ്റൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ ഈ വാഹനം എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 65,000 റുപ്പീസാണ് ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് കിട്ടുകയാണ്. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വണ്ടി കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിൽ ന്യൂമറസ് കാർസിൽ വണ്ടി അവൈലബിൾ ആണ്. ഇവിടെ വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതുകൂടാതെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ആ ടൈമായി ഇപ്പോൾ നെക്സ്റ്റ് ഇയർ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ എക്സ്പയർ ആവുന്ന ടൈം. അപ്പോൾ നമുക്ക് റീടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി റീടെസ്റ്റ് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അതും ഇവിടെ നിന്ന് ചെയ്തു തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് നമ്മൾ ഡെയിലി നിങ്ങൾ ഫ്രണ്ടിലേക്ക് വരും. 15,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങൾ, 30,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് നമ്മൾ ചാനലിൽ മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.